അവരെല്ലാവരെയും നാം ഓർമ്മിച്ചുകൊണ്ട് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞതായ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് ദൈവത്തോട് സമർപ്പിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥന അവരെ ഓർമ്മിക്കാം. ഇന്ന് അല്പനേര ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂട് പിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദേവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോകും. നമുക്കൊരു നിമിഷം മഹാപരിശുദ്ധനാകുന്ന സ്വർഗീയപിതാവായ കർത്താവേ, ഈ വിശുദ്ധ ദിവസം കർത്താവേ ദൈവത്തിന്റെ ആലയത്തിൽ ഇടയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കർത്താവെ ഒരു ശാസ്കൂൾ പാഠം പഠിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി അതിരുമാറാം. ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം, ദൈവം ആരാണെന്നതിനെ കുറിച്ച് എല്ലാം ദൈവം ഞങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി ഞങ്ങളുടെ ജീവിതത്തിലും ആ സൃഷ്ടാവിനെ ഓർത്ത് ജീവിച്ചുകൊണ്ട് ആ ദൈവത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം അടിയങ്ങളോട് വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്നതായ തിരുവചനവാദം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ദൈവത്തെക്കുറിച്ച് ആഴമായി പഠിക്കുവാനും ആ ദൈവത്തെ രുചിച്ചറിയുവാനും തക്കവണ്ണം അവിടെ അനുഗ്രഹിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നതാണ്. കേൾവിക്കാരായ ജനത്തെ അവിടെ അനുഗ്രഹിക്കുമാറാകണം. അടിയന്റെ ദൈവസന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം നൽകുവാൻ അടിയൻ അവസരം നൽകുന്നതിനായി സ്തുതിക്കുന്നു. അടിയന്റെ നാടിന്മേൽ ദൈവിക സാന്നിധ്യം ഗ്രഹിക്കണം. എല്ലാം നമ്മളോട് കൊണ്ട് നൽകുന്നു. സകലമായ വസ്തു കൊണ്ട് നൽകുന്നു. യേശുവിന്റെ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വായിച്ചു കേട്ടതായ തിരുവചനം വേദവാഹം അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അഥോനിയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂട് പിടിച്ചു. നമുക്കെല്ലാവർക്കും സുപരിചിതമായി ഇടയ്ക്കിടയ്ക്കൊക്കെ കേട്ടിട്ടുള്ളതായ ഒരു വേദവാഹമാണിത്. അപ്പോസ്തലനായ പൗലോസ് അവിടുത്തെ ഏജൻസിൽ നടത്തുന്നതായ ഒരു പ്രസംഗത്തെയാണ് ഇത് നിങ്ങൾ പോലെ ഞാൻ അവതരിപ്പിക്കുന്നത്. 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ നിന്ന് പൗലോസ് ഏത് സാഹചര്യത്തിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നതെന്ന് നമുക്കറിയാൻ തവണ കഴിയും. അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷീകരണം എന്നതിനെ കുറിച്ച് നാം ആഴത്തിൽ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നാം ഓരോരുത്തരും മാതൃകയാക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം ഏതൻസില് അവിടെ നിന്ന് ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ ഒരു സ്ഥലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ സമയത്തിൽ അവിടെ നിന്ന് വിഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിന് ഏകസത്യ ദൈവത്തിൽ ആരാധിക്കുന്നതായ ഒരു മനുഷ്യനുണ്ടാകുന്നതായ ആ ഒരു മാനസിക സംഘർഷം മറ്റുള്ളവരെ സുവിശേഷത്തിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം എടുത്ത് ഉപയോഗിച്ചതായ ഒരു മനുഷ്യനെന്ന നിലയിൽ അവിടെ നിന്ന് എപ്രകാരമാണ് ആ വിഗ്രഹ ആരാധികളോട് താൻ ഇടപെട്ടതെന്ന് നമുക്ക് അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് കാണാൻ തവണ കഴിയും. അതിന്റെ 17-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യങ്ങൾ തൊട്ട് നാം അതിനോട് വായിക്കുമ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് പൗലോസ് അവരോട് കൂടി സുവിശേഷം അറിയിച്ചതെന്ന് നമുക്ക് കാണാൻ തവണ കഴിയും. ഇവിടെ പൗലോസിന്റെ മാതൃക എപ്രകാരമാണെന്ന് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് സുവിശേഷം സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് ഇവിടെ വ്യക്തമായി വരച്ചു കാട്ടുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞു പോകാൻ തക്കവണ്ണം നമുക്ക് സമയം പോരാ. ഒരു 12:30-ക്കെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൻസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ളതായ തത്വചിന്തകളും ജ്ഞാനികളും ഏറ്റവും ഉള്ളതായ സ്ഥലത്താണ് പൗലോസ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. കാഴ്ച ഇവിടെ ആദരിച്ചിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തെ ഒന്ന് ചുറ്റി നോക്കുവാൻ തക്കവണ്ണം പൗലോസ് അവിടെ തീരുമാനിച്ചു. പൗലോസ് മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ പൗലോസ് ഒറ്റയ്ക്ക് കരുതിക്കൊണ്ട് അവിടെ വെറുതെ ഇരിക്കുകയല്ല. ആ സമയത്തിൽ തനിക്ക് ലഭിച്ചതായ നന്മകൾക്കനുസരിച്ച് ദൈവം തന്നെ ബലമേൽപ്പിച്ചതായ ദൗത്യങ്ങൾക്കനുസരിച്ച് പൗലോസ് ആ പ്രദേശത്തെ ഒന്ന് ചുറ്റി നോക്കുവാൻ തക്കവണ്ണം അവിടെ തീരുമാനിച്ചു. അങ്ങനെ ചുറ്റി നോക്കുന്നതായ സമയത്തിൽ ആ ഏതൻസ് എന്ന സ്ഥലത്ത് വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരുന്നു. അപ്പോസ്തലൻ
ഇന്ന് കർത്താവായ ദൈവത്തിന്റെ പേര് പറഞ്ഞോ മാനുഷികമാകുന്ന വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് മനുഷ്യൻ ഇന്ന് ആരാധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മനുഷ്യൻ തന്റെ കൈവേലയായി ഉണ്ടാക്കിയ ആരാധനാ ബിംബങ്ങളെ മനുഷ്യൻ എന്ന് ദൈവം എന്ന് പേരിട്ട് ഇന്ന് ആരാധിക്കുന്നതായി കാണുന്നു. നമുക്കറിയാം ദൈവം എന്താണ് പറഞ്ഞത്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, എനിക്കായി ഒരു വിഗ്രഹത്തെ നീ ഉണ്ടാക്കരുതെന്ന് ദൈവം സ്പഷ്ടമായി പറയുമ്പോൾ മനുഷ്യനെന്ന് മനുഷ്യന്റെ കൈവേലയായി എന്തുണ്ടാക്കുന്നു? ബിംബങ്ങളെ ഉണ്ടാക്കുന്നതായി കാണുന്നു. ഒരു മനുഷ്യൻ ബിംബം ഉണ്ടാക്കുമ്പോൾ ആ ബിംബം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ആ ഉണ്ടാക്കുന്ന മനുഷ്യൻ എന്തുണ്ടാക്കും? അവന്റെ ഹൃദയത്തിൽ അവൻ ആ സൃഷ്ടിക്കാൻ പോകുന്നതായ ബിംബത്തിന് അവൻ ഒരു രൂപം കൊടുക്കും. അതിന്റെ കണ്ണുകൾ എപ്രകാരമാണ് മനോഹരമായിരിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കും. അതിന്റെ കൈകാലുകൾ ഇത്ര നീളം വേണമെന്ന് അദ്ദേഹം ചിന്തിക്കും. അങ്ങനെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവന്റെ ചിന്തകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് വിഗ്രഹങ്ങൾ. അത് മാത്രമാണ് വിഗ്രഹങ്ങൾ അല്ല. എന്നാൽ ക്രിസ്തീയ ഗോളത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്നതെല്ലാം നമുക്ക് വിഗ്രഹങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ മക്കളായിരിക്കാൻ നമുക്ക് വിഗ്രഹങ്ങൾ, നമ്മുടെ സമ്പത്തായിരിക്കാൻ നമുക്ക് വിഗ്രഹങ്ങൾ. അതെല്ലാം നിന്ന് നാം എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവത്തോട് ബന്ധമുള്ളവരായിരിക്കണമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പൗലോസ് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന അതിപ്രസക്തമായ വാക്കുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അല്ലെ, ഒന്നാമതായി എന്ത് ചെയ്തു? അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു ചൂട് പിടിക്കുന്നതായി കാണുന്നു, വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു. എന്താണ് വായിക്കുന്നത്? അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോകുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ആ സുവിശേഷീകരണം നാം നോക്കുമ്പോഴേക്കും യഹൂദന്മാരോട് ദൈവവചനം സംസാരിക്കുവാൻ തക്കവണ്ണം താൻ ഉപയോഗിച്ചതായ വാക്കുകൾ പഴയ നിയമത്തിൽ നിന്നും വാക്കുകൾ എടുത്തുകൊണ്ടാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യഹൂദന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. യഹൂദന്മാർക്ക് എങ്ങനെയാണ് വിവരിച്ചു കൊടുക്കുന്നത്? പഴയ നിയമത്തിൽ നിന്നും വരുവാനിരുന്ന മിശിഹയെ കുറിച്ച് തിരുവചനങ്ങൾ ആസ്പദമാക്കി വിശുദ്ധ ശബത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ നിന്ന് തന്റെ യഹൂദന്മാർക്ക് യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നതായി കാണുന്നു. അങ്ങനെ അനേകർ എന്ത് ചെയ്തു? യേശുവിനെ സ്വീകരിച്ച് യേശുവാണ് വരികാനെന്ന് മിശിഹയെന്ന് അവർ വിശ്വസിച്ച് മനസ്സിലാക്കുന്നതായി നമുക്ക് കാണുന്നത്. എന്നാൽ അവിടെ നിന്ന് മറ്റു ചിലരും ഉണ്ടായിരുന്നു. യഹൂദന്മാരിൽ തന്നെ ദൈവത്തിന് യേശുവിന് വിപരീതമായി നിന്ന് യേശുവിനെ എങ്ങനെ അവിടെ നിന്ന് അകറ്റാം, ഓട്ടിക്കാം എന്ന് പറയുന്നതായ വ്യക്തികളും ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മെ സൃഷ്ടിച്ചതായ ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? നാം ഉണ്ടാക്കിയതായ ദൈവമല്ല, അല്ലെ? നമ്മെ സൃഷ്ടിച്ചതായ ഒരു ദൈവമുണ്ട് എന്ന് ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതില്ല ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെ? നാം ഒരു കൈവേല കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നതായ ഒരു ബിംബത്തെ അല്ല നാം ആരാധിക്കേണ്ടത്. ഇവിടെ പൗലോസ് അവിടെ ഏതെങ്കിലുള്ളതായ സകല മനുഷ്യരോടും പറയുന്നതായ ഒരു സത്യമാണ്. അവിടെ ചൂടുപിടിച്ച് ചുറ്റുപിടിച്ച് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? താഴോട്ട് വായിക്കാൻ പൗലോസ് പറയുന്നത് എപ്പിക്യൂരിയനും സ്തോയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് ബാധിച്ചു. മതി. ഇവിടെ പൗലോസ് ആ സ്ഥലത്തിൽ നിന്നുകൊണ്ടും ഏതേസിൽ നിന്നുകൊണ്ടും ദൈവവചനം സംസാരിക്കുമ്പോൾ അവിടെയുള്ളതായ രണ്ടു തരം വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും, രണ്ടു തരം സമൂഹങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഉന്നതമായ നിലയിൽ നിൽക്കുന്നതായ രണ്ട് വ്യക്തികളാണ്. ആരൊക്കെയാണ്? ഒന്ന് എപ്പിക്യൂരിയർ, അതുപോലെ തന്നെ സ്തോയിക്കരുമാകുന്ന രണ്ട് തത്വചിന്തകളുള്ളവരായി. നമുക്കറിയാം ഏതൻസ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം നൃത്തം, നാടകം, കലാരൂപങ്ങളുടെ ഈറ്റിലം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ വളരെയധികം തത്വജ്ഞാനികളുണ്ട്. എല്ലാം അവിടെ നിന്നാണ് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ളത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തുകളിൽ നിന്നും ഒരു ദൈവത്തിന്റെ സുവിശേഷം സംസാരിക്കുമ്പോൾ അവിടെയുള്ളതായ വ്യക്തികളുടെ മനോഭാവം എങ്ങനെയാണ്, അവിടെ നിന്ന് പൗലോസിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് നാം കാണാൻ കഴിയും, അല്ലെ? അവിടെ നിന്ന് എന്താണ് കണ്ടത്? പൗലോസ് ആരെയാണ് ആദ്യമായി കണ്ടത്? സ്തോയിക്കരും. ഈ എപ്പിക്യൂരിയൻ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിത ശൈലി എന്ന്
പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയാണ്. ഇങ്ങനെയാണ്. ഒന്നാമതായി അവർ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നതായിരുന്നു അവരുടെ ജീവിതശൈലി. അപ്പൊ എപ്പിക്യൂരിയൻ ആ ഒരു വിഭാഗത്തിന്റെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നതാണ് അവരുടെ ജീവിതത്തിലെ പ്രധാന രീതി. നമ്മുടെ ഇടയിൽ പ്രകാരമുള്ള ചില വ്യക്തികളെ കാണാൻ കഴിയും അല്ലെ? ദൈവം വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് കിട്ടുന്നത് എന്ത് ചെയ്യുക? നാം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഈ ലോകത്തിൽ സന്തോഷിച്ച് ജീവിക്കുക എന്നാണ് അവരുടെ ജീവിതത്തിലെ ഒരേ ഒരു കാര്യം. അതുപോലെ തന്നെ അവരുടെ ജീവിതം പ്രത്യേകിച്ച് പറയുന്നത് വേദന ഒഴിവാക്കിക്കൊണ്ട് സന്തോഷമുള്ളവരായി നാം എപ്പോഴും എന്ത് ചെയ്യുക? ജീവിതം ആസ്വദിച്ചുകൊണ്ട് നാം ജീവിക്കണമെന്നാണ് അവർ പ്രത്യേകിച്ച് പറയുന്നത്. എന്നാൽ ദൈവത്തെക്കുറിച്ച് അവരുടെ വീക്ഷണം എന്ന് പറയുന്നത്, അവരുടെ കാഴ്ചപ്പാട്, ദൈവം ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യരുടെ കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യുന്നില്ല? ഇടപെടുന്നില്ല. ദൈവം ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യരുടെ കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യുന്നില്ല? ഇടപെടുന്നില്ല. അഥവാ സൃഷ്ടി എങ്ങനെയാണ്? അത് താനേ ഉണ്ടായതാണ് അല്ലെ? അത് ഒരു സ്ഫോടനത്തിലൂടെ ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ദൈവം ഉണ്ടെങ്കിൽ ഒരു കളിമണ്ണ് പോലെ അല്ലെ, അവിടുത്തെ അവരുടെ ആരാധന ബിംബങ്ങളെ പോലെ ഒരു നിശ്ചലമായ അവസ്ഥയിൽ ഇരിക്കുന്നതാണെന്നാണ് ആരോപിക്കുന്നത് എപ്പിക്യൂരിയൻസ് അവരുടെ വാദം. എന്നാൽ അവരുടെ എതിരിൽ ഉള്ളവരാണ് ആരാണ്? സ്റ്റോയിക്കർ എന്ന് പറയുന്നത്. സ്റ്റോയിക്കർ അവരുടെ ജീവിതത്തിൽ അവരുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരങ്ങളെ നാം ചെയ്യുക, നിയന്ത്രിക്കുക, അതുപോലെ തന്നെ വിധിക്ക് കീഴ്പ്പെട്ട് നാം ജീവിക്കുക എന്നാണ്. സ്വയം തൽപരരാകുക, സ്വയം തൽപരരായിക്കൊണ്ട് വിധികൾക്ക് കീഴടങ്ങിക്കൊണ്ട് അവർ ജീവിക്കണമെന്ന് അവർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രധാനം എന്ന് പറയുന്നത് അച്ചടക്കമാണ്. അച്ചടക്കവും ഗൗരവ സ്വഭാവമുള്ളവരാണ്. പ്രത്യേകിച്ച് അറിയാം, നല്ല അറിവുള്ള പണ്ഡിതന്മാർ അവരെങ്ങനെയായിരിക്കും? മറ്റുള്ളവർ ആര് പറഞ്ഞാലും അവർ വകവയ്ക്കാറില്ല അല്ലെ? അവർ പറയുന്നതാണ് വേദവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് ഗൗരവത്തോടു കൂടി ഇരിക്കുന്നതായ ഒരു ജീവിതം. പൗലോസ് അവരോട് സുവിശേഷം അറിയിക്കുമ്പോൾ ഇവരെല്ലാവരും എങ്ങനെയുള്ള ജീവിത ശൈലികളായിട്ടാണ് അല്ലെ? അഹങ്കാരത്തിലുള്ളവരും മറ്റു ജീവിത രീതിയിലുള്ളവരായിട്ട് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. ഇവരോടാണ് ആര് സുവിശേഷം പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പറഞ്ഞു. പൗലോസിന്റെ സുവിശേഷീകരണം എന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. പൗലോസ് ഒറ്റയടിക്ക് അവിടെ നിന്ന് അവരുടെ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് ഓടുക, അല്ലെങ്കിൽ അടിച്ചു തകർക്കും, നിങ്ങൾ മണ്ടന്മാരാണ് എന്നുള്ളതായ ഒരു സംബോധനയല്ല ചെയ്യുന്നത് അല്ലെ? അവിടെ നിന്ന് ആ സ്ഥലം നോക്കിയപ്പോൾ അവരെ കുറിച്ച് അഭിമുഖീകരിച്ച് പറയുന്നതായ വാക്കുകൾ അത് താഴോട്ട് എന്താണ് പറയുന്നത്? അവിടെ ചിലരും അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട് മറ്റു ചിലർ പറഞ്ഞു. എന്നാൽ ഈ ഇവരുടെ എല്ലാം പറയുന്നത് ഒരു പുനരുത്ഥാനമില്ല, മനുഷ്യനും ജീവിക്കാൻ കഴിയുകയില്ല, മരണത്തോടുകൂടി എല്ലാം ഇവിടെ അവസാനിച്ചു എന്നാണ് ഇവരുടെ തത്വചിന്തകളിൽ എല്ലാം പറയുന്നത് അല്ലെ? എങ്കിലും ഇവർ വീണ്ടും ഒരു സ്ഥലത്തേക്ക് ക്ഷണിക്കുകയാണ് അല്ലെ? അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കാൻ പറയുന്നത്, പിന്നെ അവരെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുചെന്നു. നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം ഇന്നതെന്ന് ഞങ്ങൾക്കറിയാമോ? കടത്തുന്നല്ലോ. ഇവിടെ ഈ എപ്പിക്യൂരിയനും സ്റ്റോയിക്കരും അവർ അറിവുള്ളവരാണ്. അവർക്ക് അറിവ് വീണ്ടും നേടണമെന്നുള്ള ആകാംക്ഷയുണ്ട്. അപ്പോൾ നീ പറയുന്നതായ കാര്യം എന്താണ് നീ പറയേണ്ടത്? എവിടെ വേണം? അരയോപക കുന്നിന്റെ മുകളിൽ അല്ലെ? അവിടെ കൂടി നമുക്കൊരു തർജ്ജിമ ചെയ്യാം. അപ്പോൾ നീ പറയുന്നതായ കാര്യത്തെ കുറിച്ച് വ്യക്തത നമുക്ക് വരും, നമുക്കും അതിൽ നിന്ന് പഠിക്കാം അല്ലെ എന്നുള്ളതായ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പൗലോസിനെ അവിടേക്ക് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാൻ കഴിയും അല്ലെ? അവിടെ എന്താണ് കൊണ്ടുപോയത് എന്ന് നാവിട്ടാണ് പറയുന്നത്.
പരദേശികളും വല്ല പുതുമയും പറയുകയോ ആ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ അല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. അവസരമുള്ളവരല്ല അല്ലെ. അപ്പോൾ അവർ അറിഞ്ഞ കാര്യം തന്നെ അവരുടെ ജീവിതത്തിൽ അവർ പഠിക്കണമെന്ന് അവർ എന്ത് ചെയ്തു? അവർ ആഗ്രഹിച്ചു. അപ്പോൾ അവർ ആരാധിക്കുന്നുവെങ്കിലും സത്യദൈവത്തെ അവർ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. അവരുടെ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നതായി പൗലോസ് കണ്ടുവെങ്കിലും പൗലോസ് അതിനിടയിൽ ഒരു അജ്ഞാത ദൈവമെന്ന ഒരു എഴുതപ്പെട്ടതായ ഒരു അവിടെ നിന്ന് കാണുന്നതായി പൗലോസ് അവിടെ ചിത്രീകരിക്കുന്നു. പൗലോസ് അവിടെ നിന്നുകൊണ്ട് ആ വാക്കുകളെ കടമെടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ മുമ്പോട്ട് വായിക്കാം, 24ാമത്തെ വാക്യം വായിക്കാം. ലോകവും അതിനുള്ളതൊക്കെയും ദൈവം സ്വർഗ്ഗത്തിലും ഭൂമിയിലും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഇവിടെ അവിടെയുള്ളതായ ജനം ആരാധിച്ചു വരുന്നതായ ബിംബങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അവിടുന്ന് പൗലോസ് പറയുന്നതായ ഒന്നാമത്തെ വാക്കെന്ന് പറയുന്നത് 24ാമത്തെ വാക്യമാണ് അല്ലെ. ലോകവും അതിലുള്ളതും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല അല്ലെ. ഇവിടെ മനുഷ്യർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് സത്യദൈവത്തിൽ നിന്നും അകന്ന് അവർ ആരാധന നടത്തുകയാണ്. പക്ഷെ ദൈവത്തെ അവർ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. ഒരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, കസ്തൂരിമാനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. കസ്തൂരിമാൻ എന്ന് പറയുമ്പോൾ സുഗന്ധമുള്ള ഒരു മാനാണ്. ആ മാന്റെ ജീവിതം ഒരിക്കലും ഒരു മാൻ അതിന്റെ സുഗന്ധം അടിക്കുന്നതായ സ്മെല്ല് കണ്ടു ആ മാൻ എന്ത് ചെയ്തു? കസ്തൂരിമാൻ അത് പല സ്ഥലങ്ങളിലും പാറയിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം അത് ഈ മണം എവിടെ നിന്ന് വരുന്നു എന്ന് അറിയാൻ തക്കവണ്ണം അത് അങ്ങ് പോയി യാത്ര പോയി. ആ മാൻ പല സ്ഥലങ്ങളിലും ഈ മണം ഇവിടെ നിന്നാണോ വരുന്നതെന്ന് അത് ചിന്തിച്ച് പാറ സ്ഥലങ്ങളിലൊക്കെ കയറി കഷ്ടപ്പെട്ടു. എന്നാൽ അത് പറഞ്ഞ് ഇവിടെ നല്ല മണം വരുന്നത്. എന്നാലും വലിയ വലിയ ആ സ്ഥലങ്ങളിലിടയിൽ കൂടി കഷ്ടപ്പെട്ട് ആ കസ്തൂരിമാൻ എന്ത് ചെയ്തു? ഈ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയുവാൻ തക്കവണ്ണം അത് ആഗ്രഹിച്ചു. പക്ഷേ ആ കസ്തൂരിമാൻ ഒരിക്കലും ആ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്ന് അതിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു പാറപ്പുറത്ത് ആ മാൻ അവിടെ വിശ്രമിക്കുന്നതായ സമയത്ത് ഒരു കാറ്റടിച്ചപ്പോൾ ആ മാനിന്റെ മുഖത്തിൽ നിന്ന് തന്നെ ആ മണം വരുവാൻ തക്കവണ്ണം. അപ്പോൾ ആ കസ്തൂരിമാന് മനസ്സിലായി ഈ മണം വരുന്നത് എവിടെ നിന്നാണ്? ദൂരെ വേറെ ഒരു സ്ഥലങ്ങളിൽ നിന്നുമല്ല, അത് എന്നിൽ നിന്നുമാണ് എന്ത് ചെയ്തത്? ആ മണം വരുന്നതെന്ന് ആ മാൻ മനസ്സിലായി. നമ്മുടെ ജീവിതത്തിലും അപ്രകാരമാണ്. ഇവിടെ തത്വചിന്തകരും ജ്ഞാനികളും അവരെല്ലാവരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുവെങ്കിലും അവരിലുള്ളതായ സത്യത്തെ അല്ലെ, അവിടെ വെച്ചിരിക്കുന്നതായ ആ വാക്കുകൾ എഴുതാത്തതായ ഒരു ബിംബത്തെ അവർ മനസ്സിലാക്കുന്നില്ല. അവർ അനുഗ്രഹങ്ങളും മറ്റെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കി വെക്കുന്നതായ ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവര് എന്ത് ചെയ്തു? അവർ വിശ്വസിച്ചു അല്ലെ. അപ്പോൾ അവർ ദൈവത്തെ എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അവരൊരു വിഗ്രഹങ്ങളിൽ ഉണ്ടാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ പൗലോസ് എന്താണ് പറഞ്ഞത്? 24 ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിയിലും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അവൻ എന്ത് ചെയ്യുന്നില്ല? വാസം ചെയ്യുന്നില്ല അല്ലെ. അപ്പോൾ ദൈവത്തെ ഒരിക്കലും ഉണ്ടാക്കി ഒരു വിഗ്രഹത്തിനാക്കിയോ അതിനെ ആരാധിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ദൈവത്തിന്റെ നന്മ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ യെശയ്യാവിനെ കുറിച്ച് പറയുന്നത് അല്ലെ. ദൈവത്തിന്റെ വചനത്തിൽ അവിടെ എന്താണ് പറയുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവം എന്താണ് പറയുന്നത്? സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠമാകും അല്ലെ. അപ്പൊ സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം അല്ലെ. അപ്പൊ നിങ്ങൾ എനിക്ക് പണിയുന്നതായ ആലയം ഏത് വിധം?
വിഗ്രഹത്തിൽ ഉറക്കി നമുക്ക് വെക്കാൻ കഴിയും. ഇന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. എന്താണ് കാണാൻ കഴിയുന്നത്? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്നത്. എന്നാൽ 10 മണി കഴിഞ്ഞാൽ അവരിത് ഒരു 9 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവരിതിനെ ഉറക്കുകയാണ്, പാടി ഉറക്കി കിടത്തിയിട്ട് പോവുകയാണ്, അല്ലേ? കാരണം ദൈവത്തെ ഉറക്കി കിടത്തിക്കൊണ്ട് നമുക്ക് പോകാം. എന്തെല്ലാം മനുഷ്യൻ പിടിച്ചുകൾ കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിർമ്മിച്ചതായ ദൈവം സ്വർഗത്തിലാണ്. നിങ്ങൾ അവരെ ഒരിക്കലും ഉണ്ടാക്കിയ പ്രതിമയായ ഒരു ആലയത്തിൽ സ്ഥാപിക്കാൻ കഴിയുകയില്ല. അവൻ സർവോന്നതനായ ദൈവമാണ് എന്ന് ഇവിടെ ആര് പറയുകയാണ്? അപ്പോസ്തലനായ പൗലോസ് ഏതൻസിലുള്ളതായ തത്വചിന്തകളായ ജ്ഞാനികളോടും അവിടെ ആരാധിക്കുന്നതായ സകല മനുഷ്യരോടും പറയുന്നതായ വാക്കുകളാണ്, അല്ലെ? അപ്പോൾ നമ്മുടെ ദൈവം എവിടെയാണ്? അവൻ സ്വർഗത്തിലുള്ളവനാണ്. അവൻ നമ്മെ ഉണ്ടാക്കിയ ആ ദൈവമാണ് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ദൈവം എവിടെയാണ്? അവൻ നമ്മുടെ അരികിലെന്നാണ് പറയുന്നത്, അല്ലെ? അവൻ നമ്മുടെ അരികിലാണ്. 27-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? അവിടെ പറയുന്നു, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവരെ അന്വേഷിക്കേണ്ടതിന് തന്നെ, അല്ലെ? അവർ ദൈവത്തെ തപ്പി നോക്കുകയാണ്. ഇതിനു വേണ്ടി അവനെ കണ്ടെത്തുവാൻ തക്കമാണ്. എന്നിട്ട് അവർ കണ്ടെത്തുന്നു, അവർ കണ്ടെത്തുന്നില്ല, അല്ലെ? നമുക്ക് സങ്കീർത്തനം 145:18 എന്താണ് പറയുന്നത്? സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. അപ്പോൾ നമ്മുടെ ദൈവം എങ്ങനെയാണ്? അവൻ സമീപസ്ഥനാണ്. അപ്പൊ തപ്പി നോക്കുന്നവരുടെ അടുത്താണോ ദൈവം ഉള്ളത്? നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ അന്വേഷിക്കുന്നില്ലെങ്കിൽ, അവനെ വിളിച്ചപേക്ഷിക്കുന്നവർ ഉണ്ട് എങ്കിൽ അവൻ വിളിക്കാൻ പുറത്താണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ദൈവത്തെ ഉറക്കി കിടത്തിയിട്ട് ഇരിക്കുന്ന ദൈവമാണ്. നമ്മൾ ദൈവം ഉറങ്ങാൻ കഴിയും? ഒരിക്കലും ഇതല്ലേ. അവൻ എന്നും ഉറങ്ങാത്തവൻ. അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ്, അല്ലെ? നമുക്കൊരു സംരക്ഷണം അറിയാൻ പോലെ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവദൂതന്മാരെ അരുളി ചെയ്യുന്നവനാണ്. ആ ദൈവത്തെ എപ്പോൾ വിളിച്ചാലും, അല്ലെ? ഏത് സമയത്തിൽ വിളിച്ചാലും. ഇന്നലെ രാത്രി നാം ചിന്തിച്ചതാണ് 23-ാം സങ്കീർത്തനത്തിൽ, അല്ലെ? 23-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ വാക്യത്തിൽ നടന്നു, കൂരിൽ പാതയിൽ കൂടി ഞാൻ നടന്നാൽ, കൂരിൽ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭവിക്കുകയില്ല. ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ്, ആ സമീപസ്ഥനായ ദൈവത്തിലാണ് നാം അഭയം പ്രാപിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. നാം ദൈവത്തിന്റെ ആരാണ്? വംശമാണ്. 26-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളിൽ 18:26 എന്നാണ് വായിക്കുന്നത്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്നും മനുഷ്യജാതിയെല്ലാം ഉളവാക്കി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ദൈവം തന്റെ സാദൃശ്യപ്രകാരമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നാം ആരാണ്? ദൈവത്തിന്റെ വംശമാണ്, അല്ലെ? ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതായ ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അപ്പോൾ എങ്ങനെ ജീവിക്കണം? ദൈവത്തിന് അനുരൂപമായി ജീവിക്കണം. എന്നാൽ ഇന്ന് മനുഷ്യൻ ഏത് തരത്തിലാണ് ജീവിക്കുന്നത്? റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് സ്പഷ്ടമായി പറയുകയാണ്, ഇന്നത്തെ മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണ്? റോമർ 1-ാം അധ്യായം 23-ാമത്തെ വാക്യം, അക്ഷനായ ദൈവത്തിനെ തേജസ്സിനെ അവർ ക്ഷമയുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിൽ മാറ്റിക്കളഞ്ഞു, അല്ലെ? അപ്പോൾ ദൈവത്തെ, യഹോവയായ ദൈവത്തെ, നമ്മൾ സൃഷ്ടിച്ചതായ ദൈവത്തെ മനുഷ്യൻ നിന്ന് ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ക്ഷയമുള്ള മനുഷ്യൻ, നശിച്ചു പോകുന്ന മനുഷ്യൻ, അല്ലെ? മനുഷ്യൻ നശിച്ചു പോകുന്നവനാണ്. ആ മനുഷ്യന്റെ സാദൃശ്യത്തിൽ പുണ്യാളൻ എന്ന പേര് പറഞ്ഞുകൊണ്ട്, മറിയ എന്ന പേര് പറഞ്ഞുകൊണ്ട് അവരെല്ലാം എന്ത് ചെയ്തു? മറിയത്തെ മരിച്ചു, അല്ലെ? അവർ ദൈവത്തെ പ്രസവിച്ചതായ സ്ത്രീയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു അവസാനം ഉണ്ടായിരുന്നു.
അവർ മരിച്ച് ഉയർത്തെഴുന്നേറ്റോ? ഇല്ല, അവർ ക്ഷയമുള്ളതാണ്, അവർ മരിച്ചു പോകുന്നതാണ്. എന്നാൽ മനുഷ്യൻ ഇവിടെ എങ്ങനെയാണ് അവിടുന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്? ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി അല്ലെ? നമുക്കറിയാം പക്ഷികളെ ആരാധിക്കുന്നത് ഗരുഡപാല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അവിടെ വലിയൊരു ഗരുഡന്റെ ഫോട്ടോയൊക്കെ വെച്ച് ആരാധിക്കുന്നത്. അപ്പോൾ തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ചുമ്മാ പറഞ്ഞതാണ്, വെറുതെ പറഞ്ഞതല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതായ കാര്യങ്ങളെല്ലാം നാം ചുറ്റുപാട് നോക്കുക. അതാണ് പറഞ്ഞത്, അപ്പോസ്തലനായ പൗലോസ് ആ പ്രദേശത്ത് നോക്കിയപ്പോൾ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. നമ്മുടെ ജീവിതത്തിലും ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കണം, ഇതെല്ലാം എന്നും ഉള്ളതാണ്, നിങ്ങൾ ബാബിലോണിൽ നിന്നും വന്നതാണെന്ന് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക. മനുഷ്യൻ എങ്ങനെയൊക്കെയുള്ളതാണ്? പക്ഷി, ക്ഷയിച്ചു പോകുന്ന മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി അല്ലെ? ഇഴജാതി, പാമ്പിനെയും ഉണ്ടാക്കുന്നവരുണ്ട് അല്ലെ? ഇഴഞ്ഞു പോകുന്നവരായി ഉരജന്തുക്കളെ ഇന്ന് ആരാധിക്കുന്നവരുണ്ട്. അവരെ ഈ കഴുത്തിലേക്ക് എടുത്തിട്ട് അല്ലെ ആരാധിക്കുന്നവരുണ്ട്. ഇതൊക്കെ ദൈവഹിതമാണ്. ദൈവഹിതം. ഇതിന്റെ അർത്ഥം എന്താ പറയുന്നത്? എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റുന്നത് അല്ലെ? അപ്പോൾ ദൈവത്തെ ഈ രൂപത്തിലെല്ലാം മനുഷ്യരിൽ നിന്ന് ആരാധിക്കുന്നവരാണ്. അപ്പോൾ ഈ ആരാധനയെല്ലാം എവിടെ നിന്നാണ്? ഇതെല്ലാം ബാബിലോണിലുണ്ടായ ആരാധനയാണ് ഇന്നും ഈ കാലഘട്ടത്തിൽ ഇങ്ങോട്ടും വന്നിരിക്കുന്നത് നാം മനസ്സിലാക്കിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ ആഴമായി പഠിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ദൈവം പറയുകയാണ്, നാം ദൈവത്തിന്റെ വംശമായി നാം ജീവിക്കുകയാണെങ്കിൽ, ദൈവം തന്റെ സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചപ്പോൾ നാം ഇന്ന് ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ സാദൃശ്യത്തിലും ഇഴജന്തുക്കളും നാൽക്കാലികളുമായി നാം ഇന്ന് ദൈവത്തെ നാം ഇന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ആരാധന എങ്ങനെയാണ്? നാം ഒരു സത്യദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. സത്യദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നാം ഇന്ന് സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത് അല്ലെ? എന്നാൽ ഇന്ന് മനുഷ്യന്റെ ആരാധനകളെല്ലാം ഏത് രീതിയിലെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇതിനെല്ലാത്തിനും ഒരു ന്യായവിധിയുണ്ട്. നമുക്കതിന്റെ 30-ാമത്തെ വാക്യം വായിക്കാം. പ്രവൃത്തികൾ 17-30. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് കൽപ്പിക്കണം അല്ലെ? അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ, നിങ്ങൾ എങ്ങനെയുള്ള ആരാധന ജീവിത രീതികൾ നയിച്ചവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു വരുമ്പോഴേക്കും അല്ലെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒരു മാനസാന്തരത്തിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ദൈവം നിങ്ങൾ അറിയായ്മയുടെ കാലത്തിൽ ചെയ്തതായ എല്ലാ പാപവും ദൈവം ചെയ്യും, അത് ക്ഷമിച്ച് തന്റെ പുത്രനെ നമുക്ക് നൽകി നമ്മെ എന്ത് ചെയ്യും? അവന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താണ് പറയുന്നത്? എന്നാൽ ഇന്ന് ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് അനേകം സംസാരിക്കുമ്പോൾ 2000 പല വർഷങ്ങളായി നിങ്ങൾ പറയുകയാണ് അല്ലെ, നിങ്ങളുടെ ദൈവം എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ തക്ക കഴിയും, അവന്റെ രക്ഷാകരമായ പദ്ധതിയാണ്. കാരണം നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെടാത്തതല്ല. നാം ഓരോരുത്തരും ഇങ്ങനെയായിരിക്കണം, പൗലോസിന്റെ ഹൃദയം പോലെ ഇന്ന് ഈ വിഗ്രഹങ്ങളെ കാണുമ്പോൾ, വിഗ്രഹങ്ങൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചൂട് പിടിച്ച് ഇരിക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിച്ച് ആ നിത്യ സുവിശേഷം അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ആ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം പൗലോസിന്റെ ചൂട് പിടിച്ച ഹൃദയം പോലെ നാം ആയിരിക്കണം. ഈ വചനങ്ങൾ എഴുതുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, പൗലോസ് സുഖസമൃദ്ധിയിൽ നിന്നല്ല ഈ സുവിശേഷം എഴുതുന്നത്. അതിന്റെ അവിടെ 3-ാമത്തെ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം തുടർന്ന് നാം വായിക്കുമ്പോൾ താൻ വളരെയധികം യാതനയും
പ്രയാസവും പ്രതിസന്ധിയും കൊണ്ടുകൊണ്ടാണ് വരുന്നത്. ഓരോ സ്ഥലത്തും സുവിശേഷം അറിയിച്ചുകൊണ്ട് താൻ വരുന്നതായ സമയങ്ങളിൽ തന്റെ ജീവിതം അവിടുന്ന് ലക്ഷ്യസ്ഥാനത്ത് താൻ എത്തുവോളം വളരെ പ്രയാസവും പ്രതിസന്ധിയും നിറഞ്ഞതാണ് പൗലോസിന്റെ ജീവിതം എന്ന് പറയുന്നത്. അനേക അടികൾ കൊണ്ട് ആർക്ക് വേണ്ടി? പൗലോസ് ഒരു സമർദ്ദത്തിൽ ജീവിച്ച മനുഷ്യനാണ്. തനിക്ക് ഇതിന്റെ ഏതൊരു ആവശ്യവുമില്ല. എങ്കിലും നശിച്ചു പോകുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് ആ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവരെ പുച്ഛിക്കാതെ അവരുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് നിങ്ങൾ അറിയാതെ ആരാധിക്കുന്നതായ ദൈവം, നിങ്ങൾ അറിയാതെ ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവം അവൻ സർവശക്തനാണ്. അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചതായ ദൈവമാണ്. അവനിലേക്ക് നിങ്ങൾ നോക്കണം. അജ്ഞാതകാലത്തിൽ നിങ്ങൾ ചെയ്തു പോയത് നിങ്ങൾക്ക് ലക്ഷ്യമാക്കണ്ട, നിങ്ങൾ ആ ക്രിസ്തുവിനെ നോക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അവിടെ സുവിശേഷം അറിയിച്ചപ്പോൾ ആ പ്രദേശത്തിൽ കുറച്ച് വ്യക്തികൾ അവിടുന്ന് മാനസാന്തരപ്പെട്ടതായി നമുക്ക് ചരിത്രം കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ സുവിശേഷം പറഞ്ഞ് എല്ലാവരും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഒരു മനുഷ്യനെങ്കിലും ദൈവത്തിന്റെ ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ തറയ്ക്കുന്നുവെങ്കിൽ അവരൊരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസമായിരിക്കും. ആ സ്ഥലത്ത് ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ അവിടെയുള്ള ആരും കൈക്കൊണ്ടില്ല, അവർ ഞങ്ങളെ പുച്ഛിച്ചു കൊണ്ടുപോയെന്ന്. എന്നാൽ പൗലോസിന് ആ ജീവിതം നാം നോക്കുമ്പോൾ തന്നെ അടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതായ സന്ദർഭങ്ങളുണ്ട്. ഇവിടെ വലിയ മാനനഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് പൗലോസ് വരുന്നത്. എങ്കിലും തന്നെ ആ ഏൽപ്പിച്ചതായ ദൗത്യം ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം പ്രിയമക്കളോട് ദൈവം കൂടെയിരുന്നു. ഇനിയും അനേക കാര്യങ്ങൾ ഉണ്ട് പറയാനില്ല. ഒരു വാക്യം കൂടി ഞാൻ വായിച്ചു നിർത്തുന്നു. യേശുവിന്റെ പുനരുത്ഥാനം ഉള്ളതുകൊണ്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം അവിടെ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു. അവിടെ എന്താണ് പറയുന്നത്? 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. പൗലോസ് അവിടെ പറയുകയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ സുവിശേഷം അത് വ്യർത്ഥമാണ്. ഇന്ന് ചരിത്രത്തെ കീറിമുറിച്ചവനാണ്. ചരിത്രത്തെ കീറിമുറിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ മധ്യയെ നിൽക്കുന്നതായ ക്രിസ്തു യേശുവിനെ അവന്റെ രക്തത്താൽ വീണ്ടെടുത്തതായ ജനത്തിന്റെ ഒരു പുനരാഗമന കാംക്ഷിയായി അവന്റെ വരവിനായി നാം നിൽക്കുന്നുവെങ്കിൽ നാം ഒരു സുവിശേഷകനായി ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു പോകട്ടെ. ചില വ്യക്തികൾക്ക് നാം എത്ര തന്നെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കുകയില്ല. ഒരിക്കലും ഒരു ഭവനത്തിൽ കുറച്ച് അലക്ഷ്യമായ കുറച്ച് വസ്തുക്കൾ കിടക്കുന്നതായി കണ്ടു. ആ വീട്ടിലെ ഗൃഹനാഥി തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇതാ വേറൊന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ഭരിക്കാൻ ഇറങ്ങി തന്റെ ഭർത്താവിനോട് പറഞ്ഞു. തന്റെ ഭർത്താവ് ആഴത്തിൽ ചെന്ന് അതെല്ലാം എടുത്തു നോക്കി പറഞ്ഞു, നീ ഉദ്ദേശിച്ച കാര്യമല്ല എന്ന് പറഞ്ഞു. തന്റെ ഭാര്യയെ എത്ര തന്നെ പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം നിർബന്ധിച്ചിട്ടും ഭാര്യയും ഇല്ല, ഇത് ഞാൻ ഉദ്ദേശിച്ചില്ല എന്നുള്ള ഒരു ഹൃദയത്തിനുള്ളതായ ആവശ്യത തന്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു. ഭർത്താവ് പറഞ്ഞു, അല്ല നീ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വസ്തുവിനെ എടുത്ത് തന്റെ കയ്യിൽ കാണിച്ചു കൊടുത്തതല്ല നീ ഉദ്ദേശിക്കാല്ല പറഞ്ഞു. പക്ഷേ ഭാര്യ എന്ത് ചെയ്തു? താൻ മനസ്സിൽ തീരുമാനിച്ചതായ കാര്യം അത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. ഈ കാര്യം നാം മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതത്തിലും അപ്രകാരമാണ്. ഇന്ന് ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കീറിമുറിച്ചുകൊണ്ട് പൗലോസ് എത്ര വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടും ആർക്ക് മനസ്സിലാകുന്നില്ല? യഹൂദന്മാർക്ക് മനസ്സിലാകുന്നില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുക, സത്യം എന്നത് ഒരിക്കലും എന്ത് ചെയ്യും? അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. എന്നാണ് വെളിപ്പെടുത്തുന്നത്? സകല മനുഷ്യരും ഒരിക്കൽ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അന്ന് ദൈവം നമ്മോട് ചോദിക്കും, വിശ്വസ്തനായ ദാസനെ, ദൈവം നമ്മോട് ചോദിക്കും, വിശ്വസ്തനായ ദാസനെ. അപ്പോൾ നമുക്ക് പറയാം, ഞാൻ വിശ്വസ്തനായിരുന്നു, ദൈവം എന്നെ പരമേൽപ്പിച്ചതായ ആ കാര്യം ചെയ്യാൻ ഞാൻ വിശ്വസ്തനായിരുന്നു. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഈ വിശുദ്ധ ശബ്ദത്തിൽ നമുക്ക് ദൈവത്തോട് പറയാതിരിക്കാം. ദൈവം നമ്മുടെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.